ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന കഴിഞ്ഞ് ഭണ്ഡാരത്തിൽ പണമിടാൻ ഒരാൾ പോക്കറ്റിൽ കയറ്റു. പക്ഷെ അബദ്ധത്തിൽ പോക്കറ്റിൽ നിന്ന് ഐഫോൺ ഭണ്ഡാരത്തിനകത്തേക്ക് വീണു. ഭണ്ഡാരത്തിലുള്ളതെല്ലാം ഭഗവാന്റെ സ്വത്തെന്നാണ് ക്ഷേത്രം അധികൃതരുടെ വാദം. ശ്രീധരൻ, ഇതൊരു വിചിത്ര വാദമാണല്ലോ അല്ലേ? ഭണ്ഡാരത്തിൽ വീണ ഐഫോൺ ഭഗവാനുള്ളത്. ഭഗവാൻ എന്തിനാ ഈ ഐഫോണൊക്കെ? തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വാർത്ത കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരിക ഈശ്വരൻ എന്തിനാണ് ഐഫോൺ എന്നുള്ള ഒരു കാര്യമാണ് വരിക. സാധാരണ ഈ ഭണ്ഡാരത്തിലൊക്കെ പൈസ സമർപ്പിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ് നടത്തുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട്, അതിനൊക്കെ നമ്മൾ വിനിയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു ഐഫോൺ അതിൽ വീണാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു ചോദ്യം. ഏതായാലും ഈ ഇദ്ദേഹം തിരുപ്പോരൂർ സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ മുരുകൻ്റെ ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഇദ്ദേഹം ഈ ഭക്തനായിട്ടുള്ള വ്യക്തി അവിടെ എത്തി പോക്കറ്റിൽ നിന്ന് പണം ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ കയ്യിൽ ഫോൺ കൂടി വന്ന് അദ്ദേഹം ഭക്തിയിൽ മതിമറന്നൊക്കെ ഇരിക്കുകയായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോൺ പോയത് അദ്ദേഹം അറിയാതിരിക്കില്ല. ഫോൺ അബദ്ധത്തിൽ ഈ ഭണ്ഡാരത്തിലേക്ക് വീഴുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ക്ഷേത്രാധികൃതരോടൊക്കെ പറഞ്ഞു, പക്ഷെ അവരൊന്നും അത് മൈൻഡ് ചെയ്തില്ല. ഏതായാലും ഭണ്ഡാരം തുറക്കുന്ന സമയത്ത് ഈ ഭക്തരും അവിടെയുണ്ട്. അപ്പോഴും ഇയാൾ ആ ഫോൺ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടു. ആ സിം കാർഡ് അതിലൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു ഫോൺ എന്നുള്ള ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതായിരിക്കും. പക്ഷേ ദേവസ്വം അധികൃതർ അതിന് തയ്യാറായില്ല. ഈ ഭണ്ഡാരത്തിൽ വീഴുന്ന എന്ത് വസ്തു ആവട്ടെ അത് മുഴുവൻ ക്ഷേത്രത്തിനുള്ളതാണ്, ദേവനുള്ളതാണ് എന്നുള്ളൊരു നിലപാടാണ് അവർ എടുത്തത്. ഏതായാലും ഒരു കാര്യം അവർ ചെയ്തു, ആ സിം കാർഡ് ഊരി കൊടുത്ത് അയാളോട് പോയിക്കോളാൻ പറഞ്ഞു. ഈ ദേവസ്വം അധികൃതരുടെ ഈ ഒരു നടപടിക്കെതിരെ കൂടി ചോദിച്ചോട്ടെ. ഐഫോൺ നമുക്കറിയാം വലിയ വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ഈ ഐഫോണൊക്കെ ക്ഷേത്രം അധികൃതർ പറയുന്ന കേട്ട് ഭഗവാൻ എന്ന് വിട്ടുകൊടുക്കാനായിട്ട് അയാൾ തയ്യാറാണോ? ഇതിനൊക്കെ നിയമ നടപടിയൊന്നും സ്വീകരിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മളൊരു അമ്പലത്തിൽ പോകുന്ന മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആളുകൾ തങ്ങൾക്കാവുന്നത് വിധം ഈ ഈശ്വരന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരുപാട് തവണ അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഇത് തനിക്ക് തിരികെ വേണം, തിരിച്ചു തരൂ എന്നൊക്കെ ഒരുപാട് ആവശ്യപ്പെട്ടു. പക്ഷേ ദേവസ്വം അധികൃതർ ഇതുവരെ അക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ഇമാതിരി ഒരു പണി കൊടുക്കരുത്. തീർച്ചയായും എന്തായാലും അത് നേരായ വഴിയിൽ കൂടെ പോട്ടെ, നിയമത്തിന്റെ വഴിയിലൂടെ പോട്ടെ. ഭഗവാൻ എന്തിനാ ഐഫോൺ? അപ്പോൾ അയാൾക്ക് എന്തായാലും തിരിച്ച് അയാളുടെ ഐഫോൺ കിട്ടട്ടെ. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ശ്രീധരൻ.